നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു സൺഷോസ് നെസ്റ്റോറ. ഇന്ന് നമ്മൾ ഒരു ഡബിൾ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത്. കാലിക്കറ്റ് മിഠായി തെരുവും പിന്നെ നമ്മുടെ കൊച്ചി ലുലു മാളും. ഈ വ്ളോഗിലെ എൻ്റെ പൊന്നൻ്റെ സ്കൂളിലേക്കുള്ള പർച്ചേസിംഗ് ആണ് കേട്ടോ കൂടുതലും വരുന്നത്. പിന്നെ കാലിക്കറ്റ് മിഠായി തെരുവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മിഠായി തെരുവിലേക്കുള്ള ട്രാവൽ എക്സ്പീരിയൻസും ഫുഡും എല്ലാം ഉണ്ട് ഈ വീഡിയോയിൽ. സോ ഫുൾ വ്ളോഗ് ഒന്ന് കണ്ടിട്ട് പോക്കോട്ടോ. ഞങ്ങൾ കാറിനാണേ പോയത്. ഉച്ചയ്ക്ക് ആയി ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ കൊരട്ടിയുടെ അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. തൃശ്ശൂർ കൊരട്ടി സ്ഥലം. അത് കഴിഞ്ഞ് നമ്മൾ മലപ്പുറം ആ ഒരു സൈഡിലോട്ടൊക്കെ എത്തിയപ്പോൾ റോഡ് പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പയ്യെ ഒന്ന് ഇറങ്ങിയൊക്കെ ചെയ്തായിരുന്നു. ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരെ വന്നോന്ന്. അല്ല കേട്ടോ, ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു കോഴിക്കോട്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടായിരുന്നേ വന്നത് കോഴിക്കോട് വന്ന് ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മിഠായി തെരുവിലേക്ക് പോയത്. ഓട്ടോയിൽ കയറിയാണ്ടോ ഞങ്ങൾ പോയത്. കാറ് ഹോട്ടലിൽ പാർക്ക് ചെയ്തു. ആ പരിസരമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഓട്ടോ ചേട്ടനല്ലേ നല്ലത്. ചുറ്റും കടകൾ, എങ്ങോട്ട് നോക്കിയാലും തിന്നണോ കുടിക്കണോ എന്തൊക്കെ സാധനങ്ങളാ. നോക്ക് കോഴിക്കോട് ഹലുവ, അങ്ങനെ കുറേ ഐറ്റംസ് നിറച്ചുണ്ടായിരുന്നു കേട്ടോ. കണ്ണ് നിറച്ച് ഞാൻ എല്ലാം കണ്ടു, കുറേയൊക്കെ വാങ്ങി. സ്കൂൾ തുറക്കുന്ന ദിവസം അടുത്തതുകൊണ്ടേ അവിടെ മുഴുവൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഏത് ഷോപ്പിൽ കയറിയാലും ഭയങ്കര ജനം. തുടക്കത്തിൽ കുറച്ച് ഷോപ്പൊക്കെ മാറിക്കഴിഞ്ഞാലേ പിന്നെ കംപ്ലീറ്റ് ഞാൻ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും സ്കൂൾ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സ്കൂൾ തുറക്കുന്നതുകൊണ്ട് ഷോപ്പുകാർ തന്നെ എല്ലാ സാധനങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളാക്കി. ബോക്സും ലഞ്ച് ബാഗും എല്ലാ സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. സ്കൂൾ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് വന്നെങ്കിലും പൊന്നൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞ പോലെ ടോയ് ഷോപ്പിൻ്റെ അകത്തോട്ടായിരുന്നു കേട്ടോ. ഓരോ ടോയ് കാണുമ്പോൾ അവൻ അതിലിട്ടാണ് നോക്കുന്നത്. ഞങ്ങൾ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവൻ നോക്കുന്നത് മുഴുവൻ ടോയ്സ് ആയിരുന്നു. ഇവൻ ടൈം കിഡ്സിലാണ് പഠിക്കുന്നത്, അരൂർ ബ്രാഞ്ച്. ടൈം കിഡ്സിൽ നമുക്ക് അവരവിടെ നിന്ന് ബാഗൊക്കെ തരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബാഗ് വാങ്ങിക്കണ്ട. അവന് ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽസ്, പൗച്ച് ഇതൊക്കെ വാങ്ങിയാൽ മതിയായിരുന്നു കേട്ടോ. ഒത്തിരി മോഡൽ വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെ പറഞ്ഞു തരാം, ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. സ്റ്റീലിൻ്റെ പാത്രങ്ങളും സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽസ്, പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ തന്നെ ഉള്ളിൽ സ്റ്റീൽ വരുന്ന ഒത്തിരി ബോട്ടിൽസ്, ഒത്തിരി മോഡൽസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവേ. റേറ്റ് സ്റ്റീൽ വരുന്നതിനൊക്കെ കുറച്ച് റേഞ്ച് വരുന്നുണ്ട്. എന്നാലും നമുക്ക് സ്റ്റീൽ തന്നെയാണല്ലോ, പിള്ളേരുടെ ഹെൽത്തിനും ഒക്കെ നല്ലത് സ്റ്റീൽ തന്നെയാണല്ലോ. അപ്പം ഞാനും അവന് സ്റ്റീലുള്ളത് നോക്കാനാണ് എടുത്തത്. ലാസ്റ്റ് ഞങ്ങൾ ഈ ടിഫിൻ ബോക്സ് ഫിക്സ് ചെയ്തു. ഒരു ബോട്ടിൽ കൊടുത്തു. ബോട്ടിലെടുത്തപ്പോൾ അവൻ ഓരോ ടോയും കൂടിയൊക്കെ വരുന്ന ബോട്ടിലൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഓക്കെ ആക്കിച്ചു. അത് വേണ്ട ഇത് മതി ഒന്നാന്നൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് സമ്മതിച്ചു. എന്നിട്ട് ലാസ്റ്റ് ആ റെഡ് കളറിലെ ബോട്ടിൽ തന്നെയാണ് കേട്ടോ എടുത്തത്. എന്നാലും ഡാഡേ മോനും കൂടി അതൊക്കെ തുറന്നൊക്കെ നോക്കി ഇതെന്താ സംഭവം എന്നൊക്കെ കാണാൻ വേണ്ടി. ബോക്സിലൊക്കെ ഭയങ്കര വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ. പൊന്നപ്പൻ ഓരോ ടോയ്സ് എടുത്തിട്ട്, ടോയ്സ് അല്ല ഓരോ ബോക്സ് എടുത്തിട്ട് അവൻ ഓരോന്നൊക്കെ കറക്കിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൗച്ച് മതിയെന്ന്, സോഫ്റ്റ് പൗച്ച് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലഞ്ച് ബോക്സും വാങ്ങി, വാട്ടർ ബോട്ടിലും വാങ്ങി. അങ്ങനെ അവിടെ നിങ്ങൾ തന്നെ കണ്ടല്ലോ അവിടെ എന്തോരം ആൾക്കാരാണ്. മിഠായി തെരുവ് കംപ്ലീറ്റ് സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുന്ന ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കായിരുന്നു കേട്ടോ. അവിടെ അന്നാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് മഴയും പെയ്തില്ല. ഞങ്ങൾ പോയ സമയത്ത് മഴയില്ലായിരുന്നു കേട്ടോ. മഴ പെയ്താലോ എന്ന് ഓർത്ത് കുട മേടിച്ച് കൈ പിടിച്ചപ്പോൾ ദേ മഴയും മാറി മുട്ടൻ വെയിലായി. ഈ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു സുന്ദരിനെ ഞാൻ കണ്ടു കേട്ടോ. അവൾ എന്നെ നോക്കി തന്നെ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ക്യൂട്ട് ഗേൾ. സുന്ദരിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ ദേ അടുത്ത ടോയ് ഷോപ്പ്. ഓരോ ടോയ് ഷോപ്പ് പിന്നെയും കാണാൻ തുടങ്ങി. ഡാഡേ മോനും കൂടി ഒറ്റ ഷോപ്പും വിട്ടില്ല, എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി കേട്ടോ. പൊന്നൻ അങ്ങനെ ഒരുപാട് സാധനമൊന്നും വേണമെന്നൊന്നും പറയില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ടോയ് മതി. അത് പക്ഷെ ആൾക്ക് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ വാങ്ങിക്കുള്ളൂ. ഡാഡി അത് ഓക്കെയാണ് കേട്ടോ, അവൻ്റെ കൂടെ നടന്നോളൂ. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഒരു ഭഗവതി ക്ഷേത്രമൊക്കെ കണ്ടു കേട്ടോ. മിഠായി തെരുവിൻ്റെ നടുക്ക് അവിടെ ഒരു അമ്പലം. ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞില്ലെങ്കിലും
ഞങ്ങൾ പയ്യെ ടയേർഡായിട്ടോ, എന്നുവെച്ചാൽ കല്യാണമൊക്കെ കൂടാനുള്ളതല്ലേ, അതുകൊണ്ട് ടയേർഡായി ഞങ്ങൾ പയ്യെ തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലായേ. ഇതാണ് മിഠായി തെരുവിൻ്റെ ഒരെൻഡ് എന്ന് പറയുന്നത്. അവിടെ മുഴുവൻ സ്റ്റോറി, ഈ തെരുവിൻ്റെ മുഴുവൻ സ്റ്റോറി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഓരോരുത്തർ അവിടെ നിന്ന് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്റ്റോറി എന്താണെന്നുള്ളത്. ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും എല്ലാം ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ആർക്കെങ്കിലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇവിടെ തന്നെ വന്ന് ഇറങ്ങാനൊക്കെ പറ്റും. കൊണ്ടുവന്ന് ആക്കും, ഓട്ടോക്കാരൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് തിരിച്ചു പോകുന്നേ. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും ബാക്കി റോഡ് പണി നടക്കുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തൃശ്ശൂർ കൊരട്ടി ഒഴിച്ചു നിർത്തിയാൽ ബാക്കി കാലിക്കറ്റ് യാത്ര അടിപൊളിയായിരുന്നേ. കൊരട്ടി മാത്രമേ ഇച്ചിരി സീനുണ്ടായിരുന്നുള്ളൂ, ബാക്കി റോഡൊക്കെ അടിപൊളിയായിരുന്നു. ഡാഡയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റി, ഡ്രൈവിങ് എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്കും വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല, അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. ഞങ്ങൾ കാറിന് ഇത്രയും ദൂരം വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ, ഞങ്ങൾ 3 പേര് മാത്രമായിട്ട്. അങ്ങനെ കൊച്ചി എത്തി. ഇനി നെക്സ്റ്റ് സ്കൂൾ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ വരുന്നത് ലുലു മാൾ കൊച്ചിയാണ്. കൊച്ചി എത്തിയപ്പോൾ പിന്നെ നമുക്ക് ചെറിയ മഴയൊക്കെ കിട്ടി. അങ്ങനെ ലുലു എത്തി. ലുലുവിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ വെൽക്കം ചെയ്യുന്ന തന്നെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന ഒരു കൗണ്ടറാണ്. ബ്രാൻഡഡ് ബാഗ്സ് ഒക്കെ കിടപ്പുണ്ട്, ബാഗ്, പിന്നെ വാട്ടർ ബോട്ടിൽസ്, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പാരൻസൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ. പൊന്നൊന്ന് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും കാലിക്കറ്റിൽ നിന്ന് കിട്ടിയല്ലോ. ബാഗാണെങ്കിൽ സ്കൂളിൽ നിന്നും കിട്ടും. പിന്നെ ഇനി ബുക്ക് കവർ ചെയ്യാനുള്ള പേപ്പറും ലേബിൾസും മാത്രം മതി. അത് നമ്മൾ വാങ്ങിയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പേൻട്രാ ഒരു ഫിലിം സ്റ്റാർ, നമ്മുടെ ദേവനന്ദ, ഉണ്ണിമുഖത്തിൻ്റെ മാളികപ്പുറം മൂവിയിലെ മോള്. ഞങ്ങൾ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ദേ പൊന്നൻ നിൽക്കുന്ന കണ്ടോ, അവന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയേ. ഇനി നമ്മുടെ സ്കൂൾ പാക്കിംഗ് ഐറ്റംസ് ഒക്കെ അൺപാക്ക് ചെയ്യാം കേട്ടോ. പൊന്നൻ കഷ്ടപ്പെട്ട് ഈ എടുത്ത് പൊക്കാൻ നോക്കുന്ന കണ്ടോ, നല്ല കനമുണ്ടേ. അവിടെ സ്കൂളിൽ നിന്ന് കിട്ടിയ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെയാണ്. ഇവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ എല്ലാം കൊടുത്തുവിടുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇനി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ ഐറ്റംസൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. സ്പൈഡർമാൻ്റെ പടമുള്ള പൗച്ചാണ് കിട്ടിയേക്കുന്നത്. കുഞ്ഞു കുറേ സ്പൈഡർമാൻമാർ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ സ്പോഞ്ചൊക്കെ ഉണ്ടായിരുന്നൊക്കെ അവനെടുത്ത് മാറ്റുവാണ്. കൊള്ളാം, നല്ല പൗച്ചാണ്. അത് എന്തോ 90 റുപ്പീസ് അങ്ങനെ എന്തുകൊണ്ടാണ് ആയത് എൻ്റെ ഓർമ്മയിൽ. പിന്നെ ഒരു അപ്സരയുടെ ഒരു പെൻസിൽ ബോക്സ്, പിന്നെ ടെക്സ്റ്റും നോട്ടും ഒക്കെ കവർ ചെയ്യാനുള്ള പേപ്പർ, പിന്നെ മഴയത്തിടാൻ വേണ്ടി ഒരു ചെരുപ്പ് വാങ്ങിയാണ്. അത് സ്കൂൾ ഐറ്റം അല്ല, പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു റബ്ബർ ചെരുപ്പും കൂടി വാങ്ങിയതാണ് എക്സ്ട്രാ. പിന്നെ അവൻ്റെ നെയിം സ്ലിപ്പ് എല്ലാം ഭയങ്കര കാര്യമായിട്ടിരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതെന്ന് പറയുമ്പോൾ എല്ലാം നോക്കുവാണ്. ഇത് അവൻ്റെ വല്ല സ്പൈഡർമാനൊക്കെ ഉണ്ടോയെന്നൊക്കെയാണ് കേട്ടോ മുഴുവൻ നീ നോക്കുന്നത്. ഇത് അവൻ്റെ സൗമാൻ്റെ വാങ്ങിച്ചു കൊടുത്ത ബാഗാണ്, ലഞ്ച് ബാഗ് അവന് സൗമാൻ്റെയാണ് വാങ്ങിച്ചു കൊടുത്തത്. ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും നമ്മൾ കോഴിക്കോട് നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ലഞ്ച് ബോക്സ് അതിൻ്റെ അകത്ത് കയറുമോ, എൻ്റെ ലഞ്ച് ബോക്സ് കയറുമോ എന്നൊക്കെ പറഞ്ഞ് നോക്കാൻ പറയുക എന്നോട്. ഞാനപ്പോൾ എടുത്ത് വെച്ച് കാണിച്ചൊക്കെ കൊടുത്തതേ കണ്ടല്ലോ, കയറും. എല്ലായിടത്തും കാണിച്ചൊക്കെ കൊടുത്ത് എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് എനിക്കപ്പോൾ കറി വെക്കാനായിട്ടൊന്നുമില്ലേ മമ്മേ, ഞാനപ്പോൾ കറി വെക്കാനുള്ളതും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുത്ത് എല്ലാം കവറിൽ തന്നെ തിരിച്ചെടുത്ത് വെക്കുവാണ് കേട്ടോ. പെൻസിലിൻ്റെ ബോക്സ് കണ്ടപ്പോൾ അവൻ അപ്പം തന്നെ അത് കട്ട് ചെയ്ത് അവന് ബോക്സിൽ വെക്കണമെന്ന്. പിന്നെ ഞാനത് ഷാർപ്പ് ചെയ്തൊക്കെ കൊടുത്തു. എന്നിട്ട് ഒരു പെൻസിലും ഒരു എറേസറും കൊടുത്തു വിട്ടാൽ മതി എന്നൊക്കെയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് പറഞ്ഞത്. പിന്നെ അവനപ്പോൾ എന്നോട് തോന്നുന്നു ഇത് ഒടിഞ്ഞു പോയാലോ മമ്മ, എനിക്ക് ഒരു പെൻസിലും കൂടി താന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത് ശരിയല്ല, ഇനി ഒടിഞ്ഞു പോയാൽ നീ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാനും വെച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി സ്കൂളിൽ നിന്ന് വല്ല മെസ്സേജ് വരുമോ എന്ന് നമുക്കറിയില്ല. സ്കൂളിൽ ഓറിയൻറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ടെക്സ്റ്റും നോട്ടും ഒന്നും കവർ ചെയ്യേണ്ട. ടൈം കിഡ്സുകാർ പുതിയ ബ്രാൻഡിങ് പോലെ എല്ലാം മാറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ യൂണിഫോം മാറ്റി, ഇപ്പോഴത്തെ ബാഗ് മാറ്റി, അപ്പോൾ പഴയതെല്ലാം മാറ്റി, ഇപ്പോൾ എല്ലാം പുതിയതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ വാങ്ങിയ പേപ്പറും ലേബലും ഒക്കെ സത്യം പറഞ്ഞാൽ വേസ്റ്റായി. ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരുമ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. അത്രയും നാളുണ്ടാവുമോ എന്തോ. എന്തായാലും ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എല്ലാം തുറക്കെ അടക്കുകയൊക്കെ തന്നെത്താൻ ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറയും, ഞാൻ പ്രാക്ടീസ് ചെയ്യണേ മമ്മി, സ്കൂളിൽ പോയാൽ ഞാനല്ലേ ഇതെല്ലാം തുറക്കണ്ടേ, അപ്പം ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യണേന്ന്. അമ്മ ഇല്ലാത്തപ്പോൾ ഞാനെല്ലാം തന്നെ എടുത്ത് വെക്കണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞ്. എന്തൊക്കെ ചെയ്യുമോ എന്തോ, വലുതാകുമ്പോൾ എന്ത് ആകുമെന്ന് ദൈവത്തിനറിയാം. ഞാൻ പിന്നെ എല്ലാം മേടിച്ച് വെച്ച്
ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ പോകാൻ ദിവസം ആകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് എല്ലാം തന്നിട്ട കയ്യിലോട്ട്. വർക്കിനൊക്കെ പോകുന്നതുകൊണ്ടേ ഭയങ്കര തിരക്കായിരുന്നു. ബുക്കിലൊന്നും പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ നിന്ന് ഓറിയൻറ്റേഷന് ഇങ്ങനെ ഒരു ബോക്സ് വന്നു വിട്ടായിരുന്നു. അവരുടെ എല്ലാ ബുക്കൊക്കെ അതിൽ വെച്ച് അവരുടെ എല്ലാ ഐറ്റംസും ബാഗ്, ക്യാപ്പ്, അങ്ങനെ എല്ലാ ഐറ്റംസും വെച്ച് അവർ നമുക്കിങ്ങനെ ഒരു ബോക്സിലാക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ തന്നെ ക്യാപ്പ് ആദ്യം കണ്ടത്. ബാഗ്, സ്ലേറ്റൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, എല്ലാ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. ഡാഡേനെയും അമ്മൂമ്മേനെയൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കൊച്ച്. ബാഗ് കണ്ടപ്പോൾ എനിക്ക് പഴയ ബാഗിനെ വെച്ച് നോക്കിയാൽ ഇച്ചിരിയും കൂടി ചെറുതായിട്ട് തോന്നി. പക്ഷേ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഉള്ളിൽ ഒത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ അവനപ്പം തന്നെ, ഞാനതൊന്നും നോക്കാനൊന്നും സമ്മതിക്കുന്നില്ല, അവനപ്പം തന്നെ ഇട്ട് നോക്കണം. പിന്നെ ഞാൻ അല്ലാണ്ട് ഇങ്ങനെ പിന്നെ തുറന്നൊക്കെ നോക്കി. അവൻ മുതുകത്ത് ബാഗും തൂക്കി ലഞ്ച് ബാഗ് കൊടുത്ത് കൈ പിടിച്ച് സ്കൂളിൽ പോണ പോലെ റെഡിയാവാൻ നിൽക്കണ പോലെ നിൽക്കുമായിരുന്നേ. എല്ലാം കണ്ടിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സ്കൂളിൽ നിന്ന് ഇത്രയും വലിയ ബോക്സെല്ലാം തന്നു വിട്ടേക്കുന്നത്, എന്തൊക്കെയാ അതിൻ്റെ അകത്തുനിന്നായിരുന്നു. കുറേ ടെക്സ്റ്റും നോട്ട് ബുക്സും എല്ലാം ഉണ്ടായിരുന്നേ. വേറെ ക്രയോൺസ്, കാര്യങ്ങൾ, സ്ലേറ്റ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഈ ബുക്ക് കണ്ടപ്പോൾ വിചാരിക്കുമായിരുന്നു കേട്ടോ, എൻ്റെ ഈശ്വര, ഇവനിത് മുഴുവൻ പഠിക്കുമോ, ഞാനിതൊക്കെ എങ്ങനെ ഇവനെ പഠിപ്പിച്ചെടുക്കുമെന്ന്. സ്കൂളിൽ പോകുമ്പോൾ അവർ ടീച്ചേഴ്സ് ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവർ പഠിപ്പിച്ചോളുമായിരിക്കും. ഞാൻ ബുക്സൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. ഇവിടെ പേര് മാത്രം എഴുതിയാൽ മതി. അവിടെ നമ്മൾ അതുകൊണ്ടായിരിക്കും കവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. അവർ എന്ത് ബുക്കാണ് അങ്ങനെ എല്ലാം അതിലുണ്ട്. നമ്മൾ ജസ്റ്റ് കൊച്ചിൻ്റെ പേര് എഴുതാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ പേര് എഴുതുക, പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, പേര് മാത്രം എഴുതിയാൽ മതി. ഇത്രയും ടെക്സ്റ്റ് ബുക്കാണ് മൊത്തം ഉള്ളത്. പിന്നെ ഈ നോട്ട് ബുക്സാണ്. നോട്ട് ബുക്സിലാണെങ്കിലും നമ്മൾ കവറൊന്നും ചെയ്യണ്ട. ടൈം കിഡ്സ് എന്നൊക്കെ വെച്ച് ഏതിൻ്റെ നോട്ട് ബുക്കാണെന്നൊക്കെ വെച്ച് അതിലുണ്ട്. പിന്നെ അവരുടെ ID കാർഡൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റുഡൻ്റ് ID കാർഡും ഉണ്ട്, പാരൻസിൻ്റെ ID കാർഡും ഉണ്ട്. രണ്ടും ഉണ്ടായിരുന്നു. ഇത് സ്റ്റുഡൻസിന്, ഇത് പാരൻറ്റിൻ്റെ ID കാർഡാണ്. ഞാൻ ഈ നോട്ടും ടെക്സ്റ്റും എല്ലാം നോക്കുമായിരുന്നേ. ഒന്നും എഴുതണ്ട കേട്ടോ, എല്ലാം സെറ്റാണ്. ഭാഗ്യം, നമുക്കൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറത്തെ പണിയാണ് ഈ ബുക്ക് കവർ ചെയ്യാന്ന് പറഞ്ഞ്. അതൊന്നുമില്ല. ഇത് അവൻ്റെ ID കാർഡാണ്. എൻ്റെ ID കാർഡ്, ഇത് അവൻ്റെ ഡയറി, സ്കൂൾ ഡയറി. അപ്പോൾ ടീച്ചേഴ്സ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ ഡയറിയിലാണ് മെൻഷൻ ചെയ്യുന്നത്. ഇതൊരു പുതിയ ഐറ്റമാണ് ബോക്സിലുണ്ടായിരുന്ന മാറ്റ്. അവർക്ക് ഫുഡ് കഴിക്കുമ്പോൾ മാറ്റ് വിജിച്ചിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണല്ലേ. ഞാനൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന്. അതൊന്നും ഇല്ല. കാലം വളരുമ്പോൾ നമ്മൾ അതനുസരിച്ച് വളരും എന്നല്ലേ. ഓരോ വർഷം കഴിയുന്തോറും പുതിയ പുതിയ സ്കൂളിലൊക്കെ പുതിയ ഡെവലപ്മെൻറ്റ്സ്. ഇത് കണ്ടോ, സ്കൂളിൽ നിന്ന് വന്നേക്കുന്നത്. അപ്പം എന്തായാലും ഇനി യൂണിഫോം അഴുക്കാവില്ല. എന്തായാലും സ്കൂളിൽ ആൻറ്റിമാരൊക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റിമാർ ഇതൊക്കെ കെട്ടിക്കൊടുക്കുന്നത് അവന് ഭയങ്കര സന്തോഷം കേട്ടോ. ഇതെന്ത് സാധനം അമ്മ, ഇത് കൊള്ളാമല്ലോ. അപ്പം ഇനി എനിക്ക് സെറ്റായല്ലേ, എനിക്ക് ഇനി മേത്തൊന്നും അഴുക്കാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരിത് മൊത്തം ബോക്സിലുള്ള ഐറ്റംസൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ക്രയോണും കൂടി ഉണ്ട്, ഒരു പാക്കറ്റ്. പിന്നെ പേര് മാത്രം എഴുതണമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ മദർ ജെയിൻ, നമ്മുടെ മമ്മിയാണ് പേരൊക്കെ എഴുതി കൊടുക്കുന്നത് കേട്ടോ. മമ്മി എഴുതി തരാമെന്ന് പറഞ്ഞപ്പോൾ പൊന്നനും ഹാപ്പിയായി. അങ്ങനെ പൊന്നൻ്റെ അമ്മൂമ്മ മെറ്റിൽഡ ആള് പേരൊക്കെ എഴുതി കൊടുക്കുവാണ്. മമ്മി സീരിയസ് ആയിട്ട് കണ്ണടയൊക്കെ എടുത്ത് വെച്ച് പേരൊക്കെ എഴുതുവാണ് കേട്ടോ, വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആകെ അതുമാത്രമല്ലേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ ബുക്കിലും, നോട്ട് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും ഓരോ ബുക്കിലും പേരെഴുതി എല്ലാം സെറ്റാക്കി മമ്മി എല്ലാ ബുക്കിലും എഴുതി കൊടുത്തു. അത് അവൻ ഉണക്കാനൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ മാർക്കറും കൊണ്ടാണ് എഴുതിയത്. അപ്പോൾ പപ്പയുടെ അടുത്ത് കൊണ്ടുവന്ന് എല്ലാം ബുക്സൊക്കെ ചായച്ചു വെക്കുക. പപ്പയെ മൂതിയൊക്കെ കൊടുത്ത് ഉണങ്ങണമെന്ന് ഓർത്ത്. പക്ഷെ കുഴപ്പമില്ല, അത്
പെർമനൻറ്റ് മാർക്കറാണ് കേട്ടോ എല്ലാത്തിനും യൂസ് ചെയ്തത്, അതുകൊണ്ട് പിന്നെ പോവില്ല. ആ മാർക്കറും കൊണ്ട് എഴുതിയാന്ന് വെച്ചാൽ അതിൻ്റെ ടെക്സ്റ്റിൻ്റെയും നോട്ടിൻ്റെയും കവറൊക്കെ ഇങ്ങനെ ഗ്ലേസി ടൈപ്പാണ്. ഇപ്പോൾ നമ്മൾ നോർമൽ പെൻ വെച്ചൊക്കെ എഴുതിയാൽ അത് തെളിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തപ്പോൾ നല്ല നീറ്റായിട്ട് എഴുതി കിട്ടി, പോവുകയുമില്ല, നന്നായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ എല്ലാ ബുക്കിലും എഴുതിയൊക്കെ കൊടുത്തു. സ്കൂളിൽ പോകുന്നതിന് മുന്നേയുള്ള ലാസ്റ്റ് അറ്റകുറ്റപ്പണികളാണ് കാണുന്നത്. അപ്പോൾ നാളെയാണ് പൊന്നെൻ്റെ സ്കൂള് തുടങ്ങുന്നത്. അപ്പോൾ നാളെ ബാക്ക് ടു സ്കൂളാണ്. രാവിലെ എണീപ്പിക്കണം എൻ്റെ ഈശ്വര. അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, താങ്ക് യു ഓൾ.